സംരക്ഷിക്കുന്നതിൽ നമ്മുടെ നിയമപരവും സാമൂഹ്യപരവുമായ ഉത്തരവാദിത്വങ്ങൾ. ഒരു സമൂഹത്തിന്റെ ഭാവി ആ സമൂഹത്തിലെ കുട്ടികളിൽ നിന്നാണ് നിർമ്മിതിയാവുന്നത്. അതിനാൽ അവരെ സുരക്ഷിതരാക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ആഗോള ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തതായി ഞാൻ നമ്മുടെ പാനലിസ്റ്റുകളെ പരിചയപ്പെടുത്തുന്നു. മിസ് ഫസീല എ, ലീഗൽ കം പ്രൊബേഷൻ ഓഫീസർ, DCPU ആലപ്പുഴ. മിസ്റ്റർ ഗാർഷോ രാഹുൽ, സോഷ്യൽ വർക്കർ. നിയമപരമായ ഉത്തരവാദിത്വങ്ങൾ. ഇന്ത്യയിലെ ബാലാവകാശ നിയമങ്ങൾ, പോസ്കോ നിയമം, ബാലവേല നിരോധന നിയമം, ജുവനൈൽ ജസ്റ്റിസ്, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവയെക്കുറിച്ച് സംസാരിക്കാനായി ഞാൻ ഹൃദയപൂർവ്വം ഫസീല മാമിനെ സ്വാഗതം ചെയ്യുന്നു. മാമിന് അലോട്ട് ചെയ്തേക്കുന്നത് 20 minutes ആണ്. മാം നമസ്കാരം, എൻ്റെ പേര് ഫാസില. മാമിന് 20 minutes ആണ് അലോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ. എൻ്റെ പേര് ഫാസില. ഞാനിപ്പോൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ ലീഗൽ കം പ്രൊബേഷൻ ഓഫീസറാണ്. അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അതിപ്പോൾ സറണ്ടർ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അനുവദിച്ചിരിക്കുന്നത് ഒരു 20 minute ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്കിന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ട് പറഞ്ഞു തുടങ്ങേണ്ടതായിട്ട് വരും. പറയുന്നതിൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമുക്ക് UN കുറിച്ച് എല്ലാവർക്കും അറിയാം. യുണൈറ്റഡ് നേഷൻസ് നമുക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെയും സ്ത്രീകൾക്കും വേണ്ടി പ്രത്യേകം നിയമങ്ങൾ അനിവാര്യമാണ്. അവരൊരുപാട് അബ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ യുണൈറ്റഡ് നേഷൻസ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് 1989 ഒരു ട്രീറ്റി രൂപീകരിക്കുന്നത്. അതിൽ ഈ ട്രീറ്റി രൂപീകരിക്കുന്ന സമയത്ത് ഫസ്റ്റിലെ ആ ഒരു ട്രീറ്റിൽ സൈൻ ചെയ്തത് നമ്മുടെ ഇന്ത്യയാണ്. അതിൽ നമുക്ക് വളരെയധികം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1989 ഈ ട്രീറ്റി വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ രാജ്യങ്ങളും ഒരുപാട് നിയമങ്ങൾ, അതായത് ചൈൽഡ് പ്രൊട്ടക്ഷനെ സംബന്ധിച്ച് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതായ ഒരു ബാധ്യത എല്ലാ രാജ്യങ്ങൾക്കും വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് നമുക്ക് നിലവിൽ വന്ന ആക്റ്റാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2000. അതിൽ ആ നിയമം കൊണ്ടുവരുന്ന സമയത്ത് ആദ്യമായിട്ടൊരു ലോ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് അപാകതകൾ ആ നിയമത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടായ കുറേ അപാകതകളെല്ലാം, ആ ന്യൂനതകളെല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺവെൻഷൻ മുഖേന നമുക്ക് ഒരു 54ഓളം റൈറ്റ്സ് കുട്ടികളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ ഒരു ആദ്യം തന്നെ പറയുന്നത് വെച്ചാൽ ചൈൽഡ് ആസ് എനിവൺ അണ്ടർ ദ ഏജ് ഓഫ് 18, അതായത് 18 വയസ്സിൽ താഴെയുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ, ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനെയും നമ്മൾ കുട്ടികളായിട്ട് തന്നെ കണക്കാക്കണമെന്ന് പറയുന്നുണ്ട്. അവർക്ക് കുറേ അധികം റൈറ്റ്സ് നൽകുന്നുണ്ട്. ആ റൈറ്റ്സ് പ്രകാരമുള്ള നിയമങ്ങളാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആണെങ്കിലും, പോക്സോ ആക്ട് ആണെങ്കിലും, ചൈൽഡ് മാരേജ് ആക്ട് ആണെങ്കിലും, അതുപോലെ തന്നെ ചൈൽഡ് ലേബർ ആക്ട് ആണെങ്കിലും അങ്ങനെയുള്ള ആക്ടുകൾ നിലവിൽ വന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ പ്രധാനമായും പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ കുറിച്ചാണ്. അത് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ന് കുട്ടികളിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടേതായ തലത്തിലേക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒരുപാട് മുതിർന്നവരെ കൊണ്ട് ഒരുപാട് അബ്യൂസ് ചെയ്യപ്പെടുന്നത് മാത്രമല്ല, അവർ തെറ്റായ ധാരണയിലൂടെ പോയി ഒരുപാട് കേസുകളിൽ പെട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വയസ്സിന് മേപ്പോട്ടുള്ള കുട്ടികൾ, ആ കുട്ടികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ധാരണയിൽ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നമ്മളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ കുട്ടികളെ കാണാൻ സാധിക്കില്ല. ആ ഒരു രീതിയിലേക്ക് കുട്ടികളുടെ മനോഭാവവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാരണമെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഈ ഒരു ടീനേജ് കാലഘട്ടത്തിൽ, അതായത് ഒരു 13 വയസ്സ് തൊട്ട് തുടങ്ങി ഒരു 18 വയസ്സ് വരെ നിൽക്കുന്ന കുട്ടികൾ ഒരുപാട് ക്രൈമിൽപ്പെട്ട്
ജുവനൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പാകെ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ദിവസവും ഒരു കേസെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തൊരവസ്ഥയാണിപ്പോൾ. ചെയ്യപ്പെടാത്തൊരു ദിവസമില്ല എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ കുട്ടികളിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതും, പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ നല്ല മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കുന്നുള്ളത് അനിവാര്യമായ കാര്യങ്ങളാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ടത് ജുവനൽ ജസ്റ്റിസ് ആക്ടിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു 16 പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പോലും. അതിൽ ഒന്നാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്. അതായത് നമ്മളുടെ കുട്ടികൾ എന്ന് പറയുന്നത് എപ്പോഴും നിഷ്കളങ്കരായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. 18 വയസ്സിൽ താഴെയുള്ളത് ഏതൊരു ഹ്യൂമൻ ബീനെയും നമ്മൾ കുട്ടികളായിട്ട് കണക്കാക്കണമെന്ന് പറഞ്ഞതുപോലെ ആ കുട്ടികൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്ന് പറയുന്നത് നിഷ്കളങ്കമാണ്. അവർക്കറിയില്ല അതിന്റെ ഭവിഷ്യത്ത് എന്താണ്. ഒന്നും അറിയാത്തൊരു പ്രായത്തിൽ കുട്ടികൾ ചെയ്യുന്നു പോകുന്നതെല്ലാം ആ ഒരു ഇന്നസെൻസി എന്നൊരു ഒരു കാറ്റഗറിയിൽ കൊണ്ടുവന്നു കുട്ടികളെ ആ ചെയ്ത കുറ്റകൃത്യത്തെ നമ്മൾ ഇന്നസെൻസ് ആയിട്ട് കണ്ടുകൊണ്ട് അവരെ ട്രീറ്റ് ചെയ്യണം എന്നാണ് ആ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് തന്നെ. സെക്കൻഡ് പ്രിൻസിപ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഗ്നിറ്റി ആൻഡ് വർത്ത്. അതായത് എല്ലാ മനുഷ്യർക്കും ഒരു ഈക്വൽ ഡിഗ്നിറ്റിയും റൈറ്റ്സും ഉണ്ടെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് തരുന്ന ഒരു റൈറ്റ് ആണ്. അത് ഈ കുട്ടികൾക്കും നമ്മൾ ബാധകമാണെന്നുള്ള രീതിയിൽ കുട്ടികളുടെ ആ ഒരു എല്ലാ തരത്തിലുള്ള റൈറ്റുകളും നമ്മൾ കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെയാണ് പ്രിൻസിപ്പിൾ ഓഫ് പാർട്ടിസിപ്പേഷൻ. അവരുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യത്തിലും അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ബെസ്റ്റ് ഇൻട്രസ്റ്റ്. ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഇഷ്ടമല്ല അവിടെ നോക്കുന്നത്, അവരുടെ സാമൂഹികപരമായിട്ടും മാനസികപരമായിട്ടും അവരുടെ ഭാവിയിൽ എന്താണ് അവർക്ക് നന്മ വരുന്നത് ആ രീതിയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഫാമിലി റെസ്പോൺസിബിലിറ്റി. അതായത് എപ്പോഴും ഒരു കുട്ടിയെ എടുത്തോളം പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ പാരൻസിനാണ്. അപ്പോൾ ആ പാരൻസ് ആ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള റൈറ്റ്സും പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി നോക്കണം. അവരുടെ വളർച്ചയിൽ അനിവാര്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പാരൻസിനാണ്. അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ആണെങ്കിൽ അഡോപ്റ്റഡ് പാരൻസിന് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നോക്കാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത കുട്ടികളെ നമ്മൾ പോറ്റി വളർത്താനായിട്ട് കൊടുക്കുന്നുണ്ട്. ആ പോറ്റി വളർത്തുന്ന കുട്ടികൾക്കും ഫോസ്റ്റർ കെയർ എന്നാണ് അതിന് പറയുന്നത്. ആ ഫോസ്റ്റർ കെയർ പാരൻസ് ആണെങ്കിലും അവരുടെ റെസ്പോൺസിബിലിറ്റി എപ്പോഴും പാലിക്കുന്നതായിട്ട് നമ്മൾ ഉറപ്പാക്കണം. ഇതാണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയുമ്പോഴത്തേക്കും പ്രിൻസിപ്പിൾ ഓഫ് സേഫ്റ്റി, അതായത് ഈ കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള ഹാമോ അബ്യൂസോ അതുപോലെ തന്നെ മാൽ ട്രീറ്റ്മെന്റോ ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ ആ കുട്ടികളെ ട്രീറ്റ് ചെയ്യണമെന്നാണ് 6ാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്. 7ാമതായിട്ട് പറയുന്നത് പോസിറ്റീവ് മെഷേഴ്സ് ആണ്. ഈ പോസിറ്റീവ് മെഷേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് വേണ്ടി എടുക്കുന്ന ഏതൊരു തീരുമാനവും, ഇപ്പോൾ ഒരു കുറ്റകൃത്യം ചെയ്തു വന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും അവനാവശ്യമുള്ള തരത്തിൽ അവനെ കേൾക്കുക, അവന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുക, ആ രീതിയിലുള്ള അവന് ആവശ്യമായിട്ടുള്ള മെഷേഴ്സ് എടുക്കേണ്ടത്, പോസിറ്റീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കേണ്ടതും നമ്മുടെ ഡ്യൂട്ടിയാണെന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് നോൺ സ്റ്റിഗ്മാറ്റൈസിങ് സെമറ്റീസ്. അതായത് അവന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവനൊരു മോശം കുട്ടിയാണെങ്കിൽ അവനെതിരെ ഒരു ആരോപണം നടത്തുക, അവനെ ഇൻസൾട്ട് ചെയ്യുക, ഈ രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും അത് കുറ്റകൃത്യം ചെയ്തു വന്ന കുട്ടിയാണെങ്കിൽ പോലും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പ്രിൻസിപ്പിളുകളെല്ലാം തന്നെ എല്ലാ ലോയിലും ബാധകമാക്കേണ്ട പ്രിൻസിപ്പിൾസ് ആണ്. മെയിൻ ആയിട്ടും ഈ പ്രിൻസിപ്പിൾസുമായിട്ടാണ് നമ്മൾ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ, അത് ഏത് ലോ ആണെങ്കിലും കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ എല്ലാ ലോയിലും പാലിക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ 9ാമത്തെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് നോൺ വേവർ ഓഫ് റൈറ്റ്സ്. അതായത് അവർക്ക് അവകാശപ്പെട്ട റൈറ്റുകളെ അവർക്ക് അനുവദിച്ചു കൊടുക്കണം. ഒരിക്കലും അതിൽ നിന്ന് അവരെ ഒരു തരത്തിലും അവർക്കൊരു ബുദ്ധിമുട്ട് അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഈക്വാലിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ. ഒരു കാസ്റ്റിൻ്റെയോ റേസിൻ്റെയോ ഏജിൻ്റെയോ ഒരു തരത്തിലും റിലീജിയൻ്റെയോ പേരിൽ പോലും അവരെ മാറ്റി നിർത്തുകയോ അതുപോലെ തന്നെ അവരെ അതിൽ നിന്ന് ഒഴിവാക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാവുന്നു. അതുപോലെ തന്നെ റൈറ്റ് ടു പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്ന ഒരു പ്രൈവസി ഈ കുട്ടിയുടെ കാര്യത്തിലും നമ്മൾ കാണിച്ചിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അവരുടെ ഓരോ കാര്യങ്ങളും
നമ്മൾ കോൺഫിഡൻഷ്യലായിട്ടും അവരുടെ പ്രൈവസിയും മാനിക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആസ് എ മെഷർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ വരുന്നുണ്ട് എങ്കിൽ അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒബ്സർവേഷൻ ഹോം പോലുള്ളവയാണ്. ആ ഒരു ഒബ്സർവേഷൻ ഹോം ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഏത് ഹോമിലേക്കാണ് ഈ കുട്ടിയെ കൊണ്ടുപോകുന്നുവെങ്കിൽ ഈ കുട്ടി അതൊരു ലാസ്റ്റ് റിസോർട്ടായിട്ട് മാത്രമേ നമ്മൾ പരിഗണിക്കാൻ പാടുള്ളൂ. അല്ലാത്തവ ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണെങ്കിൽ, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടതാണെങ്കിൽ, അവർക്കൊരു ഡി അഡിക്ഷൻ വേണ്ടതാണെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കി ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമേ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് വരാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് റിപ്പാട്രിയേഷൻ ആൻഡ് റീസ്റ്റോറേഷൻ. അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ വീടുകളിൽ എത്താൻ, ഏതൊരു വ്യക്തിക്കും അവനവന്റെ വീട് എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമാണെന്ന് ഇവിടെ ഈ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് കാണിച്ചു തരികയാണ്. പ്രിൻസിപ്പിൾ ഓഫ് റിപ്പാട്രിയേഷൻ ആൻഡ് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് അവന്റെ കാര്യങ്ങൾക്ക് ഒരു തീർപ്പാക്കുക, അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങളിൽ ഒരു തീരുമാനമാക്കി അവനെ എത്രയും പെട്ടെന്ന് അവന്റെ കുടുംബത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അവനെ പ്രാപ്തമാക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രഷ് സ്റ്റാർട്ട്. ഈ തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തു വരുന്ന കുട്ടിയാണെങ്കിലും അവൻ രണ്ടാമതും ഒരു കുറ്റകൃത്യം ചെയ്തു പോയാൽ അവനെ ആ ഒരു കാഴ്ചപ്പാടോടെ, അല്ലെങ്കിൽ അവൻ കുറ്റവാളിയാണ് എന്ന കാഴ്ചപ്പാടില്ലാതെ ആ ഒരു പുതിയ കേസാണ് അവന്റെ പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അവന് ഫ്രഷ് സ്റ്റാർട്ടായിട്ട് വേണം നമ്മൾ പരിഗണിക്കേണ്ടതെന്നാണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഡൈവേർഷൻ. അവനെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു മുൻവിധിയോടുകൂടി അവനൊരു കുറ്റവാളിയാണ് എന്നുള്ള രീതിയിൽ മുൻവിധിയോട് ഒരിക്കലും ആ കുട്ടിയോട് പെരുമാറാൻ പാടില്ല. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് അവൻ ഒരു കേസിൽ പെട്ടാൽ, ഒരു കുട്ടി ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ അവനെ കേൾക്കാനും അവനെ ഫെയർ ആയിട്ടൊരു ട്രയൽ നടത്തി, വിചാരണ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള എല്ലാവിധ റൈറ്റും ആ കുട്ടിക്കുണ്ട്. ആ കുട്ടിക്ക് ഏതൊക്കെ തരത്തിലുള്ള റൈറ്റുകളുണ്ടോ ആ റൈറ്റുകളെല്ലാം തന്നെ, നിയമം അനുശാസിക്കുന്ന എല്ലാ റൈറ്റുകളും കൊടുത്തുകൊണ്ട് വേണം അവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് പറയുന്നത്. അതിൽ ഫെയർ ഹിയറിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനും കൂടാതെ നിയമം അനുശാസിക്കുന്ന എല്ലാ തരത്തിലുള്ള റൈറ്റും അവന് അവകാശപ്പെട്ടതാണ്. അതുപോലെ ഇതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ ഒരു 16 പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പോക്സോ ആക്ട് ആണെങ്കിൽ പോലും പോക്സോ ആക്ട് പ്രകാരം ഒരു കുട്ടി കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാലും, അതുപോലെ തന്നെ ഒരു കുട്ടിയെ അബ്യൂസ് ചെയ്താലും, ഇന്ന് പോക്സോ ആക്ട് 2012 നിലവിൽ വന്നത്. അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ ബേസിലും ഒക്കെയാണ് അത് വന്നിട്ടുള്ളത്. കുട്ടികൾക്കെതിരായിട്ട് ചെയ്യുന്ന കുറ്റങ്ങളിൽ 20 വർഷം വരെ, പുതിയ അമെൻമെന്റ് അനുസരിച്ചിട്ട് 20 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് പുതിയ അമെൻമെന്റ് വന്നിട്ടുണ്ട് പോക്സോ ആക്ട്. അത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഈ ഫിസിക്കൽ അബ്യൂസ്, അതായത് സെക്ഷലി അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 20 വർഷം വരെയും, അത് അധികരിച്ചു പോയാൽ ലൈഫ് ഇംപ്രിസൺമെന്റ് വരെ കിട്ടാനുള്ള എല്ലാ ഇതും ഇപ്പോൾ അമെൻമെന്റ് വഴി വന്നിട്ടുണ്ട്. ഈ കുട്ടികളുടെ സംരക്ഷണത്തിനായിട്ടാണ് ഈ പോക്സോ ആക്ട് പോലും നിലവിൽ വന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മെയിനായിട്ട് ഞാൻ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റുള്ള ആക്ടുകളുടെയൊക്കെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മളിവിടെ കുട്ടികളുടെ റൈറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ മെയിനായിട്ടും വരുന്ന ജുവനൈൽ ജസ്റ്റിസ് ആക്ട് തന്നെയാണ്. അതുപോലെ തന്നെ പോക്സോ ആക്ട് ആണെങ്കിലും ചൈൽഡ് ലേബർ ആക്ട് ആണെങ്കിലും, ഈ ചൈൽഡ് ലേബർ ആക്ടിനകത്ത് പറയുന്നത് പോലും 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അതികഠിനമായ ഹസാഡസ് ആയിട്ടുള്ള ഒരു ജോലികളൊക്കെ ചെയ്യിക്കുകയാണെങ്കിൽ അതും ശിക്ഷ അർഹിക്കുന്ന, അത് ആരാണോ ചെയ്യിക്കുന്ന ആ വ്യക്തി, അതായത് എംപ്ലോയർ ആണെങ്കിൽ എംപ്ലോയർ, മാതാപിതാക്കളാണെങ്കിൽ മാതാപിതാക്കൾ, അവരും ശിക്ഷ അർഹിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ്. അതിനാണ് ഈ ചൈൽഡ് ലേബർ ആക്ട് പോലും നിലവിൽ വന്നിട്ടുള്ളത്. അതുപോലെ പോക്സോ ആക്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു 20 വർഷം വരെ ശിക്ഷ കിട്ടാൻ പാകത്തിലുള്ള അമെൻമെന്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ചൈൽഡ് മാരേജ് ആക്ട് ആണെങ്കിൽ പോലും, ചൈൽഡ് മാരേജ് ആക്ട് എന്ന് പറയുന്നത് ചൈൽഡ് മാരേജിന്റെ പ്രായം എന്ന് പറയുന്നത് പെൺകുട്ടിക്ക് 18 വയസ്സും ആൺകുട്ടിക്ക് 21 വയസ്സുമാണ്. ഇതിൽ താഴെ ഒരു കല്യാണം കഴിക്കാനായിട്ട് ഒരുങ്ങുന്ന വിവരം നമ്മൾ അറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ചൈൽഡ് മാരേജ് ഓഫീസറുണ്ട്, CDPO
നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അവരെ വിവരം അറിയിക്കേണ്ടതാണ്. 3 വർഷം വരെ ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള കുറ്റമാണത്. ഈ വിവരം അറിയിച്ചില്ലെങ്കിൽ അറിയിക്കാത്തവർക്കും, അതായത് ഇതിന് കൂട്ടുനിൽക്കുന്ന, ഇതിന് മാതാപിതാക്കളാണെങ്കിൽ പോലും കൂട്ടുനിൽക്കുന്നവർക്കും ഈ പറയപ്പെട്ട തരത്തിലുള്ള ശിക്ഷകൾ കിട്ടാൻ സാധ്യതയുള്ള കുറ്റകൃത്യമാണ് ചൈൽഡ് മാരേജ് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ പാകത്തിലാണ് ഈ നിയമങ്ങളെല്ലാം തന്നെയും വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഈ കുട്ടികളെ തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ആൻഡ് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ഈ 2 തരത്തിലാണ് കുട്ടികളെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ കെയറും പ്രൊട്ടക്ഷനും ആവശ്യമായിട്ടുള്ള കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കോടതിക്ക് സമാനമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അത് കൈകാര്യം ചെയ്യുന്ന, കുട്ടികളുടെ കേസുകളും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് JJB, ഈ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ്. ഈ 2 കമ്മിറ്റികളിലും CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത് 5 മെമ്പേഴ്സും അതുപോലെ തന്നെ JJB എന്ന് പറയുന്നത് 3 മെമ്പേഴ്സും അടങ്ങുന്ന ടീമുകളാണ്. അതുപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഒരു ചെയർപേഴ്സണും 4 മെമ്പേഴ്സുമാണ് ഉള്ളത്. അതിൽ ഈ പറയപ്പെട്ട 2 ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലാണെങ്കിൽ ശരി, CWCയിലാണെങ്കിൽ ശരി ഒരു ലേഡി മെമ്പർ ആയിരിക്കണം. അതെന്താണെന്ന് വെച്ചാൽ മനഃശാസ്ത്രപരമായിട്ടാണെങ്കിലും സാമൂഹികപരമായിട്ടാണെങ്കിലും അതിനെ നിർവചനം ചെയ്യുന്നത്, ഒരു സ്ത്രീ എന്ന് പറയുന്നത് പ്രസവിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ മാതൃത്വത്തിന്റെ പരിലാളനയോടെ ഒരു കുട്ടിയെ നോക്കുമെന്ന കൺസെപ്റ്റോട് കൂടിയാണ് ഒരു ലേഡി മെമ്പർ ഉണ്ടാവണമെന്ന് ഇതിൽ പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കുട്ടിയെ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്, ഈ നിയമം കൊണ്ട് കൈകാര്യം ചെയ്യുന്നത് ഏത് തരത്തിലാണെന്നുള്ളത് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പറയുന്നത് പോലെ JJBയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരിക്കും. പിന്നെ 2 സോഷ്യൽ വർക്കിൽ പ്രവൃത്തി പരിചയമുള്ള 2 മെമ്പേഴ്സ്, സോഷ്യൽ വർക്കിലോ അല്ലെങ്കിൽ ലോയിലോ അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു മേഖലയിലും 7 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരെയാണ് ഈ ഒരു JJBയിലെ മെമ്പേഴ്സ് ആയിട്ടാണെങ്കിലും CWCയിലെ മെമ്പേഴ്സ് ആയിട്ടാണെങ്കിലും മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതായിരിക്കണം. അങ്ങനെ ഈ തരത്തിൽ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ CWCയിലേക്കും ഈ കുട്ടികളെ കമ്മിറ്റി മുമ്പാകെ, അതായത് ഒരു അബാൻഡൻ ചൈൽഡ് ആണെങ്കിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾ, അങ്ങനെ ഒരു 12ഓളം കാറ്റഗറി ഈ കുട്ടികളെ പറയുന്നുണ്ട്. ഈ 12ഓളം കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേനയാണ് അവർക്ക് വേണ്ടുന്ന കെയറും പ്രൊട്ടക്ഷനും കൊടുക്കുന്നത്. അതിൽ ഒരു പബ്ലിക്കിന് വേണമെങ്കിലും അതുപോലെ തന്നെ ഒരു സോഷ്യൽ വർക്കർക്കോ അതുപോലെ തന്നെ ഒരു പ്രൊബേഷൻ ഓഫീസർക്കോ അങ്ങനെ ഒരു കാറ്റഗറി ലിസ്റ്റ് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ പറയുന്നുണ്ട്. ഈ ഇത്തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേന അറിയിക്കുകയും CWC മുമ്പായി ഈ കുട്ടിയെ ഹാജരാക്കുകയും ഈ കുട്ടിയുടെ എൻക്വയറി നടത്തുകയും ഈ കുട്ടിക്ക് വേണ്ടുന്ന സഹായങ്ങൾ, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ, ഈ കുട്ടി അഡോപ്റ്റഡ് ആണെന്ന് സർട്ടിഫൈ ചെയ്യണമെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ഫോസ്റ്റർ കെയർ ആണ് നൽകേണ്ടതെങ്കിൽ അങ്ങനെ, ആ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഈ കുട്ടിക്ക് വേണ്ടുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നതാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറയുമ്പോൾ ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറഞ്ഞു, അതായത് ഒരു കുട്ടി കുറ്റകൃത്യം ചെയ്തതായി കണ്ടെത്തുകയോ അല്ലെങ്കിൽ ആരോപിക്കപ്പെടുകയോ ചെയ്യുന്ന കുട്ടികളെയാണ് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ അഥവാ CCL എന്ന് പറയുന്നത്. ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കുറ്റാരോപണമോ ഉണ്ടാവുകയോ അല്ലെങ്കിൽ കുറ്റം ചെയ്തതായി കണ്ടെത്തുകയോ ചെയ്താൽ ഈ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ പോലീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽസ് പോലീസ് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഈ പറയപ്പെട്ട ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസറാണ് അവരുടെ മുമ്പിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നു. എത്തിക്കുന്നതിൽ നിന്നും അവർ എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും ഈ കുട്ടിയെ മാതാപിതാക്കളെ അറിയിക്കുകയും അതുപോലെ തന്നെ പ്രൊബേഷൻ ഓഫീസറെയും ഈ കുട്ടിയുടെ കാര്യങ്ങൾ അറിയിക്കുന്നു. അതായത് ഈ കുട്ടി എന്ത് കുറ്റമാണ് ചെയ്തിട്ടുള്ളത്, അതിന് പ്രകാരം ഈ കുട്ടിയെ മാതാപിതാക്കളോടൊപ്പം വിടുന്നു. അതിനുശേഷം അല്ലെന്നുണ്ടെങ്കിൽ നേരെ മാതാപിതാക്കളോടൊപ്പം തന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിലോ JJB മെമ്പേഴ്സിന് മുമ്പിലോ ഹാജരാക്കുന്നതനുസരിച്ച് അതിനുശേഷം ഈ കുട്ടിക്ക് ഒബ്സർവേഷൻ ഹോമാണ് വേണ്ടത്. അതായത് ഈ കുട്ടി പുറത്തിറങ്ങിയാൽ
ഈ കുട്ടി കുറ്റം ചെയ്ത അതെങ്കിൽ ഒരു ഉദാഹരണത്തിന് പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട എന്ന് പറയുന്നത് ഹീനസ് ഒഫൻസ് ആണ്. ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്ത കുട്ടികൾ മറ്റ് വിക്ടിമിനെ പോയി കണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുകയോ അല്ലെങ്കിൽ പബ്ലിക്കിന് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ഇല്ലെങ്കിൽ അവന് തന്നെ ഒരു പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ത്രെട്ട് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയാൽ ഈ കുട്ടി ഒബ്സർവേഷൻ ഹോമിലേക്ക് നിർത്താനായിട്ട് ഈ വേണമെന്നുണ്ടെങ്കിൽ ഈ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസറിന് തന്നെ ഒരു നിർദ്ദേശം വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് തന്നെ അത് ബോധ്യമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുന്നു. അതിനുശേഷം വേണ്ടുന്നത് ഈ കുട്ടിയുടെ കേസ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കേസസ് എന്ന് പറയുന്ന 3 തരത്തിലുള്ള കേസസ് ആണുള്ളത്. പെറ്റി ഒഫൻസ്, സീരിയസ് ഒഫൻസ്, ഹീനസ് ഒഫൻസ്. 3 years വരെയുള്ള കുറ്റകൃത്യങ്ങൾ വരുന്നതാണ് പെറ്റി ഒഫൻസ്. ഈ പെറ്റി ഒഫൻസിൽ വരുന്ന കുട്ടികളെ പിന്നെ JJB മെമ്പേഴ്സിന്റെ മുമ്പിലോ മജിസ്ട്രേറ്റിന് മുമ്പിലോ ഹാജരാക്കുമ്പോൾ പാരൻസിന്റെ കൂടെ തന്നെ ഒരു കൗൺസിലിംഗ് കുട്ടിക്ക് കൊടുത്തുകൊണ്ട് പാരൻസിന്റെ കൂടെ തന്നെ വിടുന്നു. ഹീനസ് ഒഫൻസ്, സീരിയസ് ഒഫൻസ് ആണെങ്കിൽ 3 to 7 years ഇംപ്രിസൺമെന്റ് വരുന്നത്, അതായത് 3 മുതൽ 7 വരെ വർഷം ശിക്ഷ കിട്ടാൻ പാകത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ്. ഈ കുറ്റകൃത്യങ്ങൾ ചെയ്ത കുട്ടികളെ ഈ പറഞ്ഞ കണക്ക് തന്നെ മജിസ്ട്രേറ്റിന്റെ മുമ്പിലോ അല്ലെങ്കിൽ JJB മെമ്പേഴ്സിന്റെ മുമ്പിലോ ഹാജരാക്കുന്നു. ഒബ്സർവേഷൻ ഹോമിലേക്ക് ഈ തരത്തിലുള്ള എന്തെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒബ്സർവേഷൻ ഹോമിലേക്ക് വിടുന്നു. അതുപോലെ തന്നെ ഹീനസ് ഒഫൻസ് എന്ന് പറയുന്നത് 7 years മുകളിൽ ശിക്ഷ കിട്ടാൻ പാകത്തിൽ, പോക്സോ ആണ് അതിന് ഉദാഹരണം പറയാൻ പറ്റുന്നത്. അങ്ങനെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവനെ ഈ പറയുന്ന പോലെ മജിസ്ട്രേറ്റ് മുമ്പിൽ SBR കൂടി തന്നെ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ മാതാപിതാക്കളോടൊപ്പം തന്നെ ഹാജരാക്കുന്നു. അവിടെ വെച്ച് തന്നെ ഈ കുട്ടിയെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുന്നു. അത് കഴിഞ്ഞാൽ ഇവന് ഇപ്പോൾ അഡിക്ഷനൊക്കെ വേണ്ട കുട്ടികളാണ്, അഡിക്ഷനൊക്കെ ഉണ്ട്, സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നേരെ അഡിക്ഷൻ ട്രീറ്റ്മെന്റ് നൽകുന്നു. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ മജിസ്ട്രേറ്റ് പാസ്സാക്കാൻ പറ്റുന്ന ഓർഡേഴ്സ് എന്ന് പറയുന്നത് ഇവനൊരു അവന് ആ ഒരു കുറ്റം ചെയ്തു എന്ന് സമ്മതിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി സർവീസ് നൽകാം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലുകളിൽ സഹായിക്കുക, ഇപ്പോൾ രോഗികളായിട്ടുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്നത് കമ്മ്യൂണിറ്റി സർവീസിൽ. അത് ഏത് തരത്തിലുള്ള കമ്മ്യൂണിറ്റി സർവീസ് ആണെങ്കിലും വരാം. കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കാം, അല്ലെങ്കിൽ പ്രൊബേഷൻ ഓഫീസറുടെ അണ്ടറിൽ 1, 2, 3 അധികരിച്ചാൽ 3 വർഷം വരെ ഒരു പ്രൊബേഷൻ ഫോളോ അപ്പ് നടത്താൻ കൊടുക്കാം. അതുപോലെ തന്നെ കുട്ടിക്ക് കൗൺസിലിങ്ങിന് ഓർഡർ കൊടുക്കാം. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനായിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വെക്കേഷണൽ ട്രെയിനിങ് സെന്ററിൽ അറ്റൻഡ് ചെയ്യാൻ, സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ, ഈ തരത്തിലുള്ള ഓർഡേഴ്സ് ഒക്കെ മജിസ്ട്രേറ്റിന് പാസ്സാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്കീം തന്നെ നമ്മുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് നൽകുന്നുണ്ട്. കാവൽ പദ്ധതി എന്നാണ് പേര്. ആ പദ്ധതിയിൽ നമുക്ക് ആലപ്പുഴ ജില്ലയിൽ 2 NGOs ആണുള്ളത്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. ആ 2 കാവൽ പദ്ധതിയിൽ ഈ കുട്ടിയെ, അതായത് ഹീനസ് ഒഫൻസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഈ കുട്ടികൾക്ക് ഹീനസ് ഒഫൻസ് ചെയ്ത കുട്ടികളെ കാവൽ പദ്ധതിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയും അതനുസരിച്ചിട്ട് ഓർഡർ നമുക്ക് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലേക്ക് നൽകുമ്പോൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ പ്രതിനിധിയായി ലീഗൽ കം പ്രൊബേഷൻ ഓഫീസർ ആ ഓർഡർ സ്വീകരിച്ചുകൊണ്ട് NGOയ്ക്ക് കൈമാറുകയും ഈ NGOയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ കുട്ടിയെ ഫോളോ അപ്പ് നടത്തുക, നേർവഴിക്ക് നടത്തുക, ഈ കുട്ടിയുടെ സാമ്പത്തികമായോ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നടത്തി കൊടുക്കുക, കുട്ടി ഇനിയും കുറ്റകൃത്യത്തിലേക്ക് പോകാതെ ഫോളോ അപ്പ് ചെയ്ത് കൗൺസിലിംഗ് വേണമെങ്കിൽ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിൽ ഈ കുട്ടി 18, അതായത് ഏത് പ്രായത്തിലാണ് ഈ കുട്ടി കുറ്റം ചെയ്യുന്നത് അത് മുതൽ 21 വയസ്സ് വരെ ഇവൻ ഈ കാവൽ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കും. അതുവരേക്കും ഈ കാവൽ പദ്ധതിയിലുള്ള കോർഡിനേറ്റർ ആണെങ്കിലും സോഷ്യൽ വർക്കർ ആണെങ്കിലും ഈ കുട്ടിയെ ഫോളോ അപ്പ് ചെയ്യുകയും ഈ കുട്ടിയുടെ വീട് സന്ദർശിക്കുകയും ഈ കുട്ടിയെ ഫോളോ അപ്പ് നടത്തുകയും ഈ കുട്ടിയെ കൗൺസിലിംഗ് വേണ്ടെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുകയും, തെറാപ്പിയാണ് വേണ്ടെങ്കിൽ, അഡിക്ഷൻ ആണ് വേണ്ടെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വേണ്ടെങ്കിൽ, എഡ്യൂക്കേഷൻ സപ്പോർട്ടാണ് വേണ്ടതെങ്കിൽ, ലീഗൽ സപ്പോർട്ടാണ് വേണ്ടതെങ്കിൽ, അങ്ങനെ സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് വേണ്ടതെങ്കിലും അത് നൽകി ഈ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വീണ്ടും തെറ്റിലേക്ക് പോകാതെ കുട്ടിയെ സംരക്ഷിച്ച് നിർത്തി കുട്ടിയെ നല്ല രീതിയിലേക്ക് ഒരു റീഫോർമേഷൻ നടത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കാവൽ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ സമൂഹത്തിന് ഒരു ഗുഡ് സിറ്റിസൺ ആക്കി മാറ്റുക എന്നുള്ള ഒരു പദ്ധതിയുടെ ലക്ഷ്യപ്രാപ്തിക്കായിട്ടാണ് കാവൽ പദ്ധതി പ്രവർത്തിക്കുന്നത്. ഈ രീതിയിലാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രധാനമായും കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൗൺസിലിംഗ് കൊടുത്തു, ട്രീറ്റ്മെന്റ് ആണ് ആവശ്യമെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുത്ത് ഒരു റീഫോർമേഷൻ സ്റ്റേജിലേക്ക്, റീഇന്റഗ്രേഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഇന്ന്
നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ലീഗൽ കം പ്രൊബേഷൻ ഓഫീസർ എന്ന എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ കുട്ടി കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് ആ ഒരു കുറ്റകൃത്യം എന്താണെന്നുള്ളതും ഈവനെ അപ്രിഹെൻഷൻ, അതായത് ഈ കുറ്റകൃത്യം ചെയ്തു ഈ കുട്ടികൾക്ക്, അതായത് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും FIR അല്ല ഇടുന്നത്. ഹീനസ് ഒഫൻസ് ആണെങ്കിൽ മാത്രമേ FIR ഇടുകയുള്ളൂ. അല്ലാത്ത പക്ഷം SBR ആണ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ടാണ് തയ്യാറാക്കി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ കൊടുക്കുന്നത്. അപ്പോൾ ഈ കുട്ടി കൃത്യം ചെയ്ത് അപ്രിഹെൻഷൻ ചെയ്യുന്ന ടൈമിൽ ഈ പ്രൊബേഷൻ ഓഫീസറെ അറിയിക്കുകയും അത് തുടർന്ന് ഈ കുട്ടിയെ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രൊബേഷൻ ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിനായി ഈ കുട്ടിയുടെ വീട്ടിൽ ചെല്ലുകയും ഇവന്റെ കുടുംബ പശ്ചാത്തലവും സാമൂഹിക പശ്ചാത്തലവും മനസ്സിലാക്കിക്കൊണ്ട് സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കി എത്രയും പെട്ടെന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിൽ ഹാജരാക്കുകയെന്നാണ് ഈ പ്രൊബേഷൻ ഓഫീസർ എന്ന നിലയിലുള്ള ഡ്യൂട്ടി. ഹീനസ് ഒഫൻസ് പോക്സോ കേസസ് ആണെങ്കിൽ 15 ദിവസത്തിനുള്ളിലാണ് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിന്റെ ബേസിലാണ് 16 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു സെക്ഷൻ 15 പ്രകാരം ഒരു അസസ്മെന്റ് നടത്താറുണ്ട്. പ്രിലിമിനറി അസസ്മെന്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി ഈ കുറ്റകൃത്യം ചെയ്യാൻ കേപ്പബിൾ ആണോ ഇല്ലയോ എന്നുള്ളൊരു ടെസ്റ്റാണത്. ആ രീതിയിൽ ഒരു സൈക്യാട്രിസ്റ്റോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റോ പറയുകയാണ്, സർട്ടിഫൈ ചെയ്യുകയാണ് ഈ കുട്ടി കുറ്റകൃത്യം ചെയ്യാൻ വില്ലിങ് ആണ് അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഇവനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ കേസ് ചിൽഡ്രൻസ് കോർട്ടിലേക്കാണ് വിടുന്നത്. അവനെ ചിൽഡ്രൻസ് കോർട്ടിലേക്ക് വിട്ട് അവിടെ ആയിരിക്കും ഇവന്റെ ട്രയൽ നടത്തുക. ഈ രീതിയിൽ അതുപോലെ തന്നെ സെക്ഷൻ 14 പ്രകാരം ഈ ഒരു ട്രയൽ നടത്തുന്നത് എന്ന് പറയുന്നത് 4 മാസം, പെറ്റി ഒഫൻസ് ആണെങ്കിൽ 4 മാസം കൊണ്ട് തന്നെ ഈ ട്രയൽ പൂർത്തീകരിച്ചിരിക്കണം. അതുപോലെ തന്നെ ഹീനസ് ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ 6 മാസത്തിനകം ട്രയൽ പൂർത്തീകരിച്ചിരിക്കണം എന്നാണ്. അല്ലാത്ത പക്ഷം ഈ കേസസ് എല്ലാം ടെർമിനേഷൻ ചെയ്യാനാണ് ആക്ട് പറയുന്നത്. അതനുസരിച്ചാണ് നമ്മുടെ കേസ് ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ CWCയുടെ കാര്യം ഞാൻ പറഞ്ഞു, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ കാര്യങ്ങളും ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, മാം ഇപ്പൊ ഓൾറെഡി 20 മിനിറ്റ്സ് ആയി. ഇനി ലാസ്റ്റ് ആണ് ഇവർ ഓഡിയൻസിന് ഡൗട്ട് ചോദിക്കാനുള്ള സമയം. ഓക്കെ, താങ്ക് യു മാം. അടുത്തതായി സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ, അതിൽ വരുന്ന കുടുംബത്തിന്റെ പങ്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പങ്ക്, സമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെ പങ്ക് എന്നിവയെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഗാർഷോ രാഹുൽ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സാർ, അലോട്ട് ചെയ്തേക്കുന്ന സമയം 20 മിനിറ്റ് ആണ്. ഓക്കെ, താങ്ക് യു. ഞാൻ audible അല്ലേ? ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്മാർട്ടിൻ്റെ ഫൗണ്ടേഷനും ഇന്നൊരു സെഷനിൽ ഒരു പാനലിസ്റ്റായിട്ട് വിളിച്ചതിന് ഞാൻ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ലീഗൽ കം സൈറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മുടെ മാം നല്ല രീതിയിൽ നമുക്ക് സെഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിനി പറയാനായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാനായിട്ടുള്ളത് നമ്മുടെ സോഷ്യൽ കം ആ ഒരു സിറ്റുവേഷൻ അതിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇന്നത്തെ ഈ സെഷനിലെ 2 വേർഡ്സ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. അതായത് സോഷ്യൽ ആക്ഷൻ ആൻഡ് സോഷ്യൽ അഡ്വക്കസി. നമ്മളെല്ലാവരും തന്നെ ഇവിടെ ഉള്ളവർ മെജോറിറ്റി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സോഷ്യൽ വർക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ വർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ ആ സിലബസിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ കേൾക്കുന്ന 2 വാക്കുകളാണ് സോഷ്യൽ ആക്ഷൻ എന്നുള്ളതും സോഷ്യൽ അഡ്വക്കസി എന്നുള്ളതും. അതിൽ സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ വർക്കിന്റെ സെക്കൻഡറി മെത്തേഡാണ്. അഡ്വക്കസി എന്ന് പറയുന്നത് നമുക്ക് ഏത് മേഖലയിലും ഒരുപോലെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മെത്തേഡാണ് അഡ്വക്കസി എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് നമ്മുടെ മാം പറഞ്ഞതുപോലെ, നമ്മുടെ ഫസീല മാം പറഞ്ഞതുപോലെ തന്നെ ചൈൽഡ് റൈറ്റ്സുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്നു. അഡ്വക്കസി ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ അവിടെ ആസാൻ റോൾ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് തന്നെയാണ്. നമ്മൾ MSW പഠിക്കുമ്പോൾ, സോഷ്യൽ വർക്ക് പഠിക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ വർക്കേഴ്സിന് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റോൾസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റോളിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് അഡ്വക്കസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വൾണറബിൾ പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ്റെ കമ്മ്യൂണിറ്റി, ആര് വേണമെങ്കിലും വാട്ടോ,
അവരുടെ ഒരു പാർട്ടായിട്ട് നിന്ന് അവരുടെ റൈറ്റ്സ്, അവർക്ക് ഇൻ കേസ് ഓഫ് ഇൻജസ്റ്റിസ്, അവർക്ക് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരിക, അതിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് നമ്മൾ അഡ്വക്കേറ്റ് റോൾ അല്ലെങ്കിൽ അഡ്വക്കസി റോൾ എന്ന് പറയുന്നത്. ഇതിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ നീഡഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ചിൽഡ്രൻസിന്റെ ഏരിയ അല്ലെങ്കിൽ കുട്ടികളുടെ ഏരിയയിലോട്ട് വരുന്നത്. ഇതിൽ എത്ര പേര് പാരന്റ്സ് ആണെന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് കുട്ടികളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മളെല്ലാവരും കുട്ടികളെ കണ്ടിട്ട് വരുന്നതാണ്. നമുക്കൊരു ജനറേഷന്റെ കാര്യം വെച്ച് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ജനറേഷൻ കാറ്റഗറി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ജനറേഷൻ കാറ്റഗറി എന്താണെന്ന് അറിയാം. നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ജനറേഷൻ കാറ്റഗറിയിൽ നമ്മൾ വരുന്നതാണ്. അതിൽ തന്നെ നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിഭാഗപ്പെടുന്നത് നമ്മളിപ്പോ എന്താ ഒരു 1950 ശേഷമാണ്, അതല്ലെങ്കിൽ അത്രയും തന്നെ കൂട്ടുള്ള ഒരു 1980 തൊട്ടാണ് ഒരു പ്രസന്റ് സിറ്റുവേഷൻ വരെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 4 ടൈപ്പായിട്ടാണ് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ജനറേഷൻ. എക്സ്, മില്ലേനിയൽസ്, ഇസഡ്, ലൈക്ക് ആൽഫ. അപ്പൊ നമ്മളൊക്കെ വരുന്നത് മേ ബി മില്ലേനിയൽസിലോ അല്ലെങ്കിൽ ഇസഡ് കാറ്റഗറിയിലൊക്കെ ആയിരിക്കും. ഇതിന് ശേഷം വരുന്ന ഒരു കാറ്റഗറിയാണ് നമ്മുടെ ആൽഫ കാറ്റഗറി എന്ന് പറയുന്നത്. ഈ ആൽഫ കാറ്റഗറിയിലാണ് നമ്മുടെ പുതിയ കിഡ്സ്. നമ്മളിപ്പോ റീസെന്റ് ആയിട്ടുള്ള ടൈംസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ 2K കിഡ്സ് എന്ന് പറയും. നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പൊ ഈ എന്താ പറയുക വിഭാഗങ്ങളെ തന്നെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെ തന്നെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ ഒരു സെഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ ആപ്പ് യൂസ് ചെയ്യുന്നതും ഓരോരോ വിഭാഗത്തിലെ ജനറേഷൻ ആണെന്ന് പറയും. ഇപ്പൊ 90 കിഡ്സ്, 2K കിഡ്സ്, അങ്ങനെ നമ്മൾ പല രീതിയിലാണ് ഇപ്പൊ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഇന്നലെ പറഞ്ഞിട്ട് ഇപ്പൊ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു 10 വർഷം മുമ്പാണെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ആണ്. ഇപ്പൊ പറയുന്നത് എന്താ, ഇപ്പൊ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന അമ്മാവന്മാരാണ്, ട്രോളായിട്ട് പറയുന്നതാണ്, അങ്ങനെ പറയുന്നത്. അവിടെ ഒരു ജനറേഷൻ ഗ്യാപ്പാണ് വരുന്നത്. അതുപോലെ ഇൻസ്റ്റഗ്രാം ആണ് ഇപ്പൊ കൂടുതലും കിഡ്സ് യൂസ് ചെയ്യുന്നത് പറയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മാറിയിട്ട് എന്താ പറയുക പുതിയ സ്നാപ്ചാറ്റ്, അത് ത്രെഡ്, അങ്ങനെ ഒരുപാട് എന്താ പറയുക സോഷ്യൽ മീഡിയാസിലോട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ സ്നാപ്ചാറ്റിലായിക്കോട്ടെ ഒരുപാട് ടെക്നിക്സ് അല്ലെങ്കിൽ എന്താ അതിനകത്തുള്ള മെത്തേഡ്സുകൾ അതൊക്കെയാണ് ഇപ്പൊ കിഡ്സുകൾ അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്തോട്ട് വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഒരു ജനറേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഡിഫറൻസ് വരുന്നത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ഫേസ്ബുക്ക് യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ പുതിയ പിള്ളേരോടൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ ഞാനിവിടെ പി ജി പഠിക്കുക, ഞാനിവിടെ പി ജി ചെയ്യുക. അപ്പൊ ഇപ്പൊ വരുന്ന പി ജി പിള്ളേരോട് ഫേസ്ബുക്ക് ചോദിച്ചാൽ അവർ നേരെ പറയുന്നത് ഫേസ്ബുക്ക് ഔട്ടായാലും എല്ലാവരും ഇൻസ്റ്റ ഉണ്ടല്ലോ, ഇൻസ്റ്റ ഇല്ല എന്നൊക്കെ ചോദിക്കും. അവിടെ തന്നെ ഒരു ജനറേഷൻ ഗ്യാപ്പ് കുട്ടികളുടെ ചിന്താഗതിയിലും അതുപോലെ തന്നെ കുട്ടികളുടെ മൊത്തത്തിലുള്ള സോഷ്യൽ എന്താ പറയുക അവരുടെ ഒരു ആക്ടിവിറ്റി എല്ലാത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇതിന്റെ ഒരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കളിക്കുന്ന ഇപ്പൊ ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ ഇങ്ങനെ കളിക്കുന്ന ഒരുപാട് കളിസ്ഥലങ്ങൾ മീൻസ് ഗ്രൗണ്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കുട്ടികളെല്ലാം തന്നെ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഏജിലുള്ള ടൈമൊക്കെ ആണെങ്കിൽ ഞങ്ങളൊക്കെ ഒരുപാട് പേര് കളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താ പറയുക ഇപ്പൊ കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ നീന്താൻ പോകും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അതൊന്നും മോസ്റ്റ് പ്രോബ്ലം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാവരും ഇപ്പൊ പണ്ട് പബ്ജി ആയിരുന്നു ഗെയിം ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പബ്ജി മാറി പുതിയ വീഡിയോ ഗെയിംസ്, അതെല്ലാം ഈ സോഷ്യൽ മീഡിയ അങ്ങനെ ഇരുന്നിരുന്ന് പോകുക. റീസെന്റ് ആയിട്ട് ഇപ്പൊ എന്റെ കസിൻസ് തന്നെ എടുത്താലും എല്ലാവരും ഫുൾ ടൈം മൊബൈൽ വീഡിയോ ഗെയിംസ്, അത് ഓൺലൈനായിട്ടും നമുക്ക് ഷെയർ ചെയ്ത് കളിക്കാൻ പറ്റുന്ന, ഓൺലൈനായിട്ട് തന്നെ അങ്ങനെ കളിക്കാനായിട്ട് പറ്റുന്ന കൈൻഡ് ഓഫ് ഗെയിംസ് എന്ത് വേണമെങ്കിലും ആയിരിക്കും. അപ്പൊ അങ്ങനെയെല്ലാം തന്നെ ഒരു എന്താ പറയുക അവര് കൂടുതലും ഇങ്ങോട്ടേക്ക് ചുരുങ്ങി പോകുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിയോട് കൂടുതൽ ഇന്ററാക്ഷൻ ഇല്ലാതെ ചുരുങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് ആസ് എ സോഷ്യൽ വർക്കർ എന്ന രീതിയിൽ നമ്മുടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ മേഖലയിൽ നമുക്ക് ആ റോൾ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു ഡ്യൂട്ടി എടുക്കുക. നേരത്തെ പറഞ്ഞ കാവൽ പ്രോജക്റ്റ് ആയിക്കോട്ടെ അവരെല്ലാം തന്നെ സോഷ്യൽ വർക്കേഴ്സിന് വേക്കൻസി അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സിന് അവിടെ റോളുള്ളതാണ്. അതും കൂടി കുറച്ച് മാറി കുട്ടികളുമായിട്ട് ഡയറക്റ്റ് ആയിട്ടും കുട്ടികൾ മാത്രം നമുക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പോസ്റ്റാണ് സ്കൂൾ കൗൺസിലർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സെമിസ്റ്റർ സാറിന്റെ ടോപ്പിക് തന്നെ സ്കൂൾ കൗൺസിലേഴ്സ് റിലേറ്റഡ് ടോപ്പിക് സ്കൂൾ കൗൺസിലേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് സെമിസ്റ്റർ സാർ സ്കൂൾ കൗൺസിലറായിട്ട് വർക്കിംഗ് ചെയ്തു. അപ്പോൾ ഒരു സ്കൂളിൽ ഇപ്പോ എന്താ നമ്മൾ ഇപ്പോഴത്തെ ഒരു 2K കിഡ്സ് അല്ലെങ്കിൽ എന്താ ഒരു 2Kക്ക് ശേഷം 2010 ആ ഒരു ശേഷമുള്ള കുട്ടികളൊക്കെ ആയിട്ടാണ് നമ്മൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ പ്രശ്നത്തിലോട്ടൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. കൂടുതൽ അവരെ എത്ര ടൈം അവർ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മൊബൈലിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുമൂലം അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇപ്പൊ കുറച്ച് നാൾക്ക് മുമ്പായിട്ട് നമ്മുടെ എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു, അത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു സ്റ്റഡി വന്നത് പ്രകാരം കൂടുതലുള്ള കുട്ടികൾ 2K കിഡ്സ് അല്ലെങ്കിൽ കറണ്ട് ജനറേഷൻ എന്ന് പറയുന്ന കുട്ടികളെല്ലാം തന്നെ കൂടുതലും ഇൻട്രോവേർട്ട് ആണെന്നാണ് പറയുന്നത്. അവർ തന്നെ പറയാറുണ്ട് ഞങ്ങൾ ഇൻട്രോവേർട്ട് ആണ്, ഞങ്ങൾക്ക് ഇൻട്രോവേർട്ട്, ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു. ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞു നടക്കുന്നത്
പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയുക ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആണെന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നെന്താ ഞാൻ ഇൻട്രോവേർട്ട് ആണെന്ന് പറയാനായിട്ട് കുട്ടികൾ ഇഷ്ടപ്പെടും. ഇപ്പൊ ഞാൻ കാണുന്ന ഇഷ്ടംപോലെ പിള്ളേർ പറയുന്നുണ്ട്, തമാശക്കായിട്ടാണെങ്കിലും പറയും ഞാൻ ഇൻട്രോവേർട്ടാണ്, നീ വരുന്നുണ്ടോ, എന്താ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമാണ്, അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ പോയെന്ന് വെച്ചാൽ അവർ പറയും ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ ഇൻട്രോവേർട്ട് എനിക്ക് വരാൻ പറ്റുന്നില്ല, അങ്ങനെ തമാശക്കായിട്ട് പറഞ്ഞു. അപ്പൊ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം കുട്ടികൾ ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്ന് റീസെന്റ് ആയിട്ടുള്ള റിസർച്ച് സ്റ്റഡീസ് വരെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ഇന്ററാക്ഷൻസ് അതിന്റെ ഒരു ലെവല് നല്ല രീതിയിൽ കുറയുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ അത് നമുക്കിപ്പോ ഡയറക്റ്റ് ആയിട്ട് കൂട്ടാനോ അല്ലെങ്കിൽ പറ്റുന്നില്ല, എല്ലാം തന്നെ ബിഗ് പ്രോസസ് ആണ്. അതെല്ലാം സോഷ്യലൈസേഷൻ എന്നൊരു പ്രോസസ്സിലാണ്. ഇപ്പൊ പ്രൈമറി സോഷ്യലൈസേഷൻ ഉണ്ട്, സെക്കൻഡറി, അങ്ങനെ പല സോഷ്യലൈസേഷൻ. പ്രൈമറി സോഷ്യലൈസേഷൻ കൂടുതലായിട്ടും വരുന്ന ഫാമിലിയിലാണ്. അപ്പൊ ഫാമിലിയിലും പാരന്റ്സ് എങ്ങനെയാവുന്നു അതനുസരിച്ചിരിക്കും കുട്ടികളുടെ ഒരു വളർച്ച എന്ന് പറയുന്നത്. ഇപ്പൊ പാരന്റ്സ് ഇപ്പോൾ മോഡേൺ പാരന്റ്സ്, അതായത് നമ്മുടെ ജനറേഷൻസുള്ള പാരന്റ്സ് ഒക്കെ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു 95-ന് ശേഷമുള്ള പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ കൂടുതലൊരു വർക്ക് പ്രഷറിലായിരിക്കും. അപ്പൊ എന്താ ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ, അതർവൈസ് ഫാദർ ആയിക്കോട്ടെ മദർ ആയിക്കോട്ടെ, അവർ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് എന്താ കൂടുതൽ സമയം കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും. ഇപ്പൊ ഞാൻ അറിയാവുന്നവർ തന്നെ കൂടുതലായിട്ട് എന്താ കുട്ടികളെ ഡേ കെയറിലാക്കും. അല്ലായിരുന്നത് എന്താ കൂടുതലായിട്ടും ഇങ്ങനെ പണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കാലഘട്ടത്തില് ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടായിരുന്നു, ഗ്രാൻഡ് പാരന്റ്സ് കുട്ടികളെ നോക്കുന്നു, ആ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതിൽ നിന്ന് മാറി കുട്ടികൾ ഡേ കെയറിലാക്കും. ഇപ്പൊ ഡേ കെയർ മാത്രമല്ല, വർക്കിംഗ് വുമൻസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ വർക്കിംഗ് പാരന്റ്സിന് വേണ്ടിയിട്ടുള്ള കെയർ വരെയുണ്ട്. എപ്പോഴാണോ പാരന്റ്സ് ജോലി കഴിഞ്ഞ് വരുന്നത് അപ്പൊ കുട്ടികൾ വിളിച്ചു പോകും. അപ്പൊ കുട്ടികൾ ഉറക്കമായിരിക്കും, നേരെ കുട്ടികളെ കൊണ്ടുപോകുന്നു, ഫുഡ് കൊടുക്കുന്നു, ഉറങ്ങുന്നു. അപ്പൊ അവരുടെ ഒരു ദിവസം അങ്ങനെ പോവുകയാണ്. അപ്പോൾ പാരന്റ്സായിട്ട് റിലേഷൻഷിപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഇന്നലെ പാരന്റിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അതോടൊന്നും കിടക്കുന്നില്ല. ഒതോറിറ്റേറ്റീവ് പാരന്റിങ്, ഡെമോക്രാറ്റിക് പാരന്റിങ്, അങ്ങനെ പല ടൈപ്പ് പാരന്റിങ്ങും ഉണ്ട്. അപ്പൊ അവിടെ എല്ലാം തന്നെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ എന്ന രീതിയിൽ അവിടെ എല്ലാം തന്നെ വരുന്ന ഡിഫറൻസ് ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരുപാട് വരുന്നുണ്ട്. കൂടുതലും പറയുന്നത് കുട്ടികളാണെങ്കിൽ ഒരു 5 വർഷം മുമ്പുള്ള കാര്യങ്ങൾ അതിപ്പോ കോമൺ ആയിട്ടാണ് നമ്മൾ കേൾക്കുന്നത്. കുറച്ച് മുമ്പ് കേൾക്കുന്നത് കുട്ടികൾ പറയാറുണ്ട് അമ്മക്കും അച്ഛനും ഞങ്ങളെ കേൾക്കാൻ സമയമില്ല, അവർക്ക് അവരുടെ തിരക്കാണ്. കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കേൾക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് യൂസ്ഡ് ആയി, അതൊരു സോഷ്യൽ സിറ്റുവേഷൻ ആയി, അതൊരു യൂസ്ഡ് ആയിട്ട് പോകുന്നത് കാരണം അച്ഛനും അമ്മക്കും തിരക്ക് എന്നുള്ളത് സ്വാഭാവികമായി മാറിയില്ല. അതിന് പറയേണ്ട കാര്യമില്ല എന്നൊരു ഇല്ലാണ്ട് പോകും. അപ്പോ കുട്ടികൾക്ക് ആരോട് എന്ത് പറയാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അവർക്കൊരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആരോട് പറയാൻ പറ്റും, ആ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അവിടെയാണ് ആസ് എ സോഷ്യൽ വർക്കർ നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് എന്ന് പറയുന്നത്. നമ്മുടെ ടോപ്പിക്ക് ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ചൈൽഡ് റൈറ്റ്സ്. നമ്മൾ കുട്ടികളെ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വേണ്ട രീതിയിൽ കേൾക്കുന്നുണ്ട്. ആർ വി ലിസണിംഗ് ദിസ് ചൈൽഡ് ഇൻ ആ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ പാരന്റ്സിന് മാത്രമല്ല, ആസ് എ സോഷ്യൽ വർക്കർ എന്ന രീതിയിൽ നമുക്കും അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് റോളുണ്ട്. ആ റോൾ എങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ വർക്കേഴ്സിന്റെ ഇടപാട് മുതൽ, അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സിന്റെ ഇന്റർവെൻഷൻസ് മുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ശബ്ദം വരുത്തുക, അല്ലെങ്കിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഞങ്ങളുണ്ട്, അങ്ങനെ പറയുന്ന ഒരുപാട് സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു 3-4 എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചും കോൺസ്റ്റിറ്റ്യൂഷന്റെ പരമായിട്ടുള്ള റൈറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മുടെ വസീലമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കൂടുതലായിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല. എന്നാലും കുറച്ച് കേസ് സ്റ്റഡീസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നെടുമങ്ങാട് എന്നൊരു പഞ്ചായത്തുണ്ട്, ട്രിവാൻഡ്രം ജില്ലയിലുള്ളതാണ്. അവിടെ ചൈൽഡ് ഫ്രണ്ട്ലി പഞ്ചായത്ത് എന്നൊരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതൊരു മോഡൽ പഞ്ചായത്ത് പോലെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമസഭയൊക്കെ കൂടാറുണ്ടല്ലോ. അപ്പൊ ഗാമസഭയിൽ കൂടുന്നവരുമായിട്ട് എന്താ, അപ്പൊ നമുക്കൊരു ആവശ്യമുണ്ട്. അത് നമ്മുടെ ആവശ്യമുണ്ട്. ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വാട്ടവർ ഒരു കമ്മ്യൂണിറ്റി, ചിലപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ആവും, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ റോഡാവും. അപ്പൊ അത് നമ്മുടെ വാർഡ് മെമ്പറോ മുനിസിപ്പൽ കൗൺസിലറോ ആരാണോ പറയുന്നു, ചിലപ്പോൾ അത് നഗരസഭയോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് സാങ്ഷൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ആവശ്യം കിട്ടി. അങ്ങനെയാണ് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ അവർ എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ കുട്ടികളുടെ ആവശ്യം എന്താണെന്ന് അറിയാനായിട്ട് അവർക്ക് ഒരു സർവേ ഉണ്ട്. ഇപ്പൊ കുട്ടികൾ പറയുകയാണ് ഞങ്ങൾക്ക് കളിക്കാനായിട്ട് ഒരു പ്ലേ ഗ്രൗണ്ട് ഇല്ല, ഞങ്ങൾക്കൊരു പ്ലേ ഗ്രൗണ്ട് വേണം. അങ്ങനെ അവരോട് എന്താ പറയുക അപ്രോച്ച് ചെയ്തു. അങ്ങനെ ചെയ്തതിന്റെ പരമായിട്ട് പഞ്ചായത്ത് ഇടപെട്ട് അവർക്ക് നല്ലൊരു ഗ്രൗണ്ട് റെഡിയാക്കി കൊടുക്കും. അപ്പൊ അതുപോലെ എന്ത് വെച്ചാൽ അവിടെ സംഭവിച്ചേക്കുന്നത് എന്താ, സോഷ്യൽ ആക്ഷൻ പ്രോസസ് ആണ് നടന്നിരിക്കുന്നത്. അപ്പോൾ വോളണ്ടറി സോഷ്യൽ വർക്കാണ്, പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് അല്ല. പക്ഷെ വോളണ്ടറി ആണെങ്കിൽ കൂടി കുട്ടികൾക്ക് അപ്പോൾ എന്ത് സംഭവിച്ചു, അവരുടെ ഒരു ആവശ്യം കേട്ടു, അവർക്ക് കളിക്കാൻ ഒരു കളിസ്ഥലം ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു പോസിറ്റിവിറ്റി ആണ് ഉണ്ടാകുന്നത്. കാര്യം എപ്പോഴും മൊബൈൽ സ്ക്രീനിൽ അല്ലെങ്കിൽ വീട്ടിലോ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു കുട്ടികൾക്ക് ഒരു ഗ്രൗണ്ട് കിട്ടും. അപ്പൊ അവർക്ക് എന്ത് തോന്നും, ഓക്കെ ഞങ്ങൾക്ക് ആവശ്യം പറയാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ശബ്ദം കേൾക്കാനൊരു ആളുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കണേ, കുട്ടികളുടെ ഒരു ആവശ്യം ഇപ്പൊ ഗവൺമെന്റിന്റെ അതോറിറ്റിയുടെ ആരുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ആരുടെ വേണമെങ്കിലും ആയിക്കോട്ടെ,
അവരുടെ ഒരു ആവശ്യം കേൾക്കാൻ ഒരാളുണ്ട്, നമ്മളൊരു ഫേവർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അഫ്കോഴ്സ് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിലോട്ട് ഫോർവേഡ് ചെയ്യുന്ന മൊറാലിറ്റി ആയിക്കോട്ടെ, റൂൾസ് ആയിക്കോട്ടെ, അവർ ഓട്ടോമാറ്റിക്കലി അത് ഫോക്കസ് ചെയ്യും. അല്ലാതെ ഒരിക്കലും ഇപ്പൊ ഒരു കുട്ടികളോട് ഒതോറിറ്റിക്കായിട്ട് അല്ലെങ്കിൽ ഒതോറിറ്റേറ്റീവായിട്ട് നിന്നിട്ട് നിങ്ങൾ ഇത് തന്നെ ചെയ്യണം, നമ്മൾ പഠിക്കത്തിൽ പറയുന്ന ഒരു ചാക്കോമാഷിനെ പോലെ അതേ ചെയ്യാവുള്ളൂ ഇതേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്കോഴ്സ് അതവർ റെഫ്യൂസ് ചെയ്തിട്ടുള്ളൂ. കാര്യം അതവർക്ക് ഫ്രസ്ട്രേറ്റഡ് ആണ്. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് അവർക്ക് ന്യായമായിട്ടുള്ള ഇതേപോലുള്ള ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവര് നമുക്ക് അതേപോലെ തന്നെ റിഫ്ലക്ട് ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഇപ്പൊ പാരന്റിന് കുട്ടികളൊക്കെ എന്താ ബൈക്ക് വേണം, ഐഫോൺ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേടിച്ചു കൊടുക്കണമെന്നല്ല പറയുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് ന്യായമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളത് അത് ഓക്കെ, അവരുടെ ഡിമാൻഡാണ്, അത് അവർക്ക് നീഡാണ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളത് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെയാണ് ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ ആ ഒരു ചൈൽഡിന്റെ ഒരു അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ശബ്ദം ഓക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, കേൾക്കാനായിട്ട് തയ്യാറാണ് എന്നുള്ളൊരു ഉറപ്പാണ് അവർക്ക് കിട്ടുന്നത്. അതുപോലെ വേറൊരു എക്സാമ്പിൾ പറയാനായിട്ടാണ് രാജസ്ഥാനിൽ 2022 നടന്നൊരു സംഭവം, 2002 നടന്നൊരു കാര്യം. അവിടെ എന്താ സംഭവിച്ചത്, ഒരു 16 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ അവരുടെ പാരന്റ്സ് ഫോഴ്സ്ഫുള്ളി മാരേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ചൈൽഡ് മാരേജിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, നിർബന്ധിക്കുകയാണ്, കമ്പൽ ചെയ്യുകയാണ്. അപ്പൊ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടി പറഞ്ഞിട്ടൊന്നും യാതൊരു വിധത്തിൽ രക്ഷയില്ല. അപ്പൊ എന്ത് ചെയ്തു, ആ കുട്ടി നമ്മുടെ ചൈൽഡ് 109 നമ്പറിലോട്ട് കോൾ ചെയ്തിട്ട് പറയുകയാണ് ഇതേപോലെയാണ് അവസ്ഥ, എനിക്ക് പഠിക്കണം, ഇത് എനിക്ക് 16 വയസ്സേ ആകുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവിടെ നിന്ന് നിയമസഹായം ലഭിക്കുകയാണ്. അവരുടെ പാരന്റ്സിനെതിരെ കുട്ടിക്ക് പിന്നീട് മുമ്പോട്ട് പഠിക്കാനുള്ള എല്ലാ അവകാശവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നല്ല കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്ന് അവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പൊ എന്ത് സംഭവിച്ചു, കുട്ടികൾക്കൊരു തോന്നലാണ് അല്ലെങ്കിൽ അവർക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ്സ് ആണ്. ഓക്കെ, നമ്മൾ കേൾക്കാൻ നിയമമുണ്ട്, ഈ രാജ്യത്ത് ഒരു നിയമമുണ്ട്, അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അവിടെയും ഇപ്പൊ ചൈൽഡ് ലൈൻ ആണെങ്കിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് ആണ്. നമ്മളും നാളെ ജോബ് കിട്ടിയ ഒരു പ്രൊഫഷണൽ ആയിക്കഴിഞ്ഞാൽ സോഷ്യൽ വർക്കേഴ്സ് ആയിട്ട് നമുക്ക് അവിടെ ജോലി ചെയ്യാനാണ്. അപ്പൊ ഞാൻ എന്റെ ഇന്റേൺഷിപ്പ് ലാസ്റ്റ് തന്നെ ഇന്റേൺഷിപ്പ് ഞാൻ ചൈൽഡ് ലൈൻ ആലപ്പുഴ ചൈൽഡ് ലൈൻ അതും ചെയ്തു. അപ്പൊ അവിടെ ഏതൊക്കെ കേസ് വരുന്നുണ്ട്, അവിടെ ഏതൊക്കെ സോഷ്യൽ വർക്കേഴ്സിന്റെ റോൾ എന്താണ് എന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ എല്ലാ മേഖലയിലും ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് കൊടുക്കാനും നമുക്ക് സഹായിക്കുന്നു. പിന്നെ കാവൽ പ്രോജക്റ്റിന്റെ കാര്യം ഓൾറെഡി ഫസിലമ്മ പറഞ്ഞു. കാവൽ പ്രോജക്റ്റ് എല്ലാം തന്നെ ആലപ്പുഴയിലായിക്കോട്ടെ നമ്മുടെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് ആണ്, മെജോറിറ്റി സോഷ്യൽ വർക്കേഴ്സ് തന്നെയാണ്. അപ്പൊ അവിടെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നു. പിന്നെ പാർലമെന്റ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചൈൽഡ് പാർലമെന്റ്, അത് ഓരോ സ്കൂളുകളിലും, അത് മിക്ക സ്കൂളുകളിലും ഇപ്പോൾ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, കുട്ടികൾക്ക് ഒരു ഒപ്പോസിഷൻ ലീഡർ, കുട്ടികളുടെ പ്രധാനമന്ത്രി, ഇങ്ങനെയൊക്കെ ഒരു റെപ്രസെന്റേറ്റീവ് ചൈൽഡ് പാർലമെന്റ് ഒക്കെ ചെയ്യുന്നതോടുകൂടി കുട്ടികൾക്ക് ഒരു നോളജ് കിട്ടുന്നു, സൊസൈറ്റിയോടുള്ള നോളജ് കിട്ടുന്നു, അവർക്ക് പൊളിറ്റിക്കൽ അവബോധം കിട്ടുന്നു, അതുപോലെ തന്നെ മറ്റുള്ള ബോധം കിട്ടുന്നു. പിന്നെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ സോഷ്യൽ അവയർനെസ് എത്രത്തോളം ഉണ്ടെന്നാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടൊരു ടോപ്പിക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻസ് ഗോട്ട് ടാലന്റ് എന്ന് പറഞ്ഞു. അത് ഒരു അമേരിക്കൻ പ്രോഗ്രാമിന്റെ ബ്രിട്ടീഷ് പ്രോഗ്രാമിന്റെ ഒരു കോപ്പിയാണ്. അമേരിക്ക ഗോട്ട് ടാലന്റ്, ബ്രിട്ടൻ ഗോട്ട് ടാലന്റ് എന്ന് പറഞ്ഞുള്ള പ്രോഗ്രാമിന്റെ ഒരു കോപ്പി ആയിട്ടാണ് ഇന്ത്യയിൽ അത് ചെയ്തത്. അവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഒരു 2K കിഡ്സ് ആണ്, അല്ലെങ്കിൽ എത്ര വയസ്സുണ്ട്, ഒരു 10-16 വയസ്സ്, 18 വയസ്സെന്തോ ഉള്ളൂ തോന്നുന്നു. അപ്പൊ ആ കുട്ടിയോട് ചോദിക്കുകയാണ്, ഓക്കെ ആർ യു ഫ്രം കേരള, യെസ് എന്ന കുട്ടി പറയുമ്പോഴത്തേക്കും ഇൻട്രസ്റ്റഡ് ആവുകയാണ്. കാര്യം ഓക്കെ കേരളത്തിൽ നിന്ന് വന്നു. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട്സ് യുവർ നോളജ് അബൌട്ട് പൊളിറ്റിക്സ്. അപ്പൊ കൊച്ചി പൊളിറ്റിക്സ്, വൈ ഐ ഡോണ്ട് ഹാവ് എനി നോളജ് അബൌട്ട് പൊളിറ്റിക്സ് അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ അതിനുശേഷം നെക്സ്റ്റ് അയാൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് ആങ്കർ ചോദിക്കുന്നത്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, അവിടെ എല്ലാം തന്നെ അയാൾക്കെതിരെ ഒരുപാട് അല്ലെങ്കിൽ എന്താ പറയുക സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിനെ പുറത്ത്. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ ആരുടെ കയ്യിലാണ് തെറ്റ് എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. രണ്ടു വശം നമ്മൾ ചിന്തിക്കണം. ആ കുട്ടിയോട് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് യൂസ് ചെയ്യണം, വാട്ട് അബൌട്ട് യുവർ നോളജ് അബൌട്ട് പൊളിറ്റിക്സ്. കാര്യം നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയം വേണമെന്ന് ആരും പറയുന്നില്ല, നമുക്ക് പക്ഷേ എല്ലാവർക്കും രാഷ്ട്രബോധം ഉണ്ടായിരിക്കുന്നത്. കാര്യം നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇഷ്ടമല്ല, രാഷ്ട്രീയം ഇഷ്ടമല്ല. നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഓക്കെ അവരുടെ വശത്തുള്ള ഡിഫക്റ്റ് തന്നെയാണ്, അവരുടെ പ്രശ്നമാണ്, നമ്മുടെ കുട്ടികളുടെ പ്രശ്നമില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ രാജ്യത്തെ കുറിച്ചും നമ്മുടെ ഇലക്ഷൻ സമ്പ്രദായം എന്താണ്, വോട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ അവരെ പറയേണ്ടിയിരിക്കുന്നു. അതൊക്കെ ആരാ പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സോഷ്യൽ വർക്കേഴ്സ്, ലീഗൽ ആക്ടിവിസ്റ്റ് ഇവരൊക്കെ തന്നെയാണ്. കാര്യം ഒരു ബോധവും ഇല്ലാതെ ഇതേപോലെ രാഷ്ട്രീയ ബോധമോ അല്ലെങ്കിൽ രാഷ്ട്രബോധം ഇല്ലാതെ വളർന്നു വരുന്ന ഒരു തലമുറയാണെന്നുണ്ടെങ്കിൽ ആർക്കും അവർ വളരെ സിമ്പിളായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മളെ ഭരിക്കുന്നത് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന നേതാക്കന്മാരെ തിരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മൾ പറയാറുണ്ടല്ലോ കുട്ടികൾ ഭാവിയുടെ വാഗ്ദാനമാണ്. ഈ കുട്ടികളിൽ നിന്നാണ് നമ്മുടെ യുവാക്കൾ ഉണ്ടാകുന്നത്. ഈ കുട്ടികൾ ഭാവിയുടെ വാഗ്ദാനമാണെന്നുണ്ടെങ്കിൽ യുവാക്കളാണ് ഒരു നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്.
അപ്പൊ യുവാക്കളായിരിക്കുന്നവർക്ക് ചെറുപ്പത്തിൽ തന്നെ കിട്ടേണ്ട അവബോധവും ചെറുപ്പത്തിൽ തന്നെ കിട്ടേണ്ട പ്രാക്ടിക്കൽ നോളജും തന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ വരുന്ന ഒരു തലമുറയായിട്ട് വളർന്നു വരുമ്പോഴത്തേക്കും അവർ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആകുമെന്ന് പറയാനായിട്ട് പറ്റില്ല. അവർക്ക് ആർക്കും വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പറയാറുണ്ടല്ലോ പണ്ടൊരു ക്യാഷ് വാങ്ങി വോട്ട് ചെയ്യുക, അതൊന്നുമല്ല. നമ്മുടെ കേരളത്തിലെ പീപ്പിൾസ് അല്ലെങ്കിൽ കേരള പീപ്പിൾസ് 100% ലിറ്ററസി എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കുട്ടികളും അല്ലെങ്കിൽ നമുക്ക് ഇനി വരുന്നൊരു തലമുറയ്ക്കും അത് തന്നെ നിലനിർത്തി പോകാനായിട്ട് സാധിക്കും. അതിന് ഗ്രാസ് റൂട്ട് ലെവൽ ഇന്റർവെൻഷൻ തന്നെ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കും. ഇപ്പൊ സോഷ്യൽ വർക്കേഴ്സിനെ നമ്മൾ എന്താ പറയുക, സ്കൂൾ കൗൺസിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ആയിക്കോട്ടെ, ഇവൻ ദോ നമ്മുടെ ഒരു പാരന്റ് കൂടെ ആയിക്കോട്ടെ, നമ്മൾ ബേസിക് ലെവൽ തൊട്ട് തന്നെ കുട്ടികൾക്ക് ഇതിനെ കുറിച്ചുള്ള അവബോധങ്ങൾ ഒരുപാട് കൊടുക്കേണ്ടിയിരിക്കും. നെക്സ്റ്റ് വേണ്ടത് ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഫസീല മാം പറഞ്ഞതുപോലെ തന്നെ, അതായത് ഓരോ മാഡം ഓരോ പ്രിൻസിപ്പിളും പറയുന്നുണ്ടായിരുന്നു. ആ ഓരോ പ്രിൻസിപ്പിൾസും നമ്മുടെ സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾ കൂടിയാണ്. സോഷ്യൽ വർക്കുമായിട്ട് അലൈൻ ചെയ്തുകൊണ്ട് പ്രിൻസിപ്പിൾസ് തന്നെയാണ് മാഡം പറയുന്നത്. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ പറയാനായിട്ടാണെങ്കിൽ, എത്രത്തോളം നമ്മളൊരു മോട്ടിവേഷനും എത്രത്തോളം നമ്മളൊരു സപ്പോർട്ടും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് നോക്കണം. നമ്മളെ അടുത്ത് നോക്കിയാൽ കഴിഞ്ഞ ഒരു 6 മാസത്തെ ടൈം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് റാഗിങ് കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തെ മുമ്പ് തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ, അതായത് വെറ്റിനറി സർവകലാശാല അവിടുത്തെ എടുത്തു നോക്കി ലാസ്റ്റ് ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ കോട്ടയത്ത് നടന്നെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് റാഗിങ്, അതും വളരെ ക്രൂരമായിട്ട് നമുക്ക് എന്തോ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള റാഗിങ് രീതിയിലാണ് നടക്കുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു റാഗിങ് നമുക്ക് ടൈമായി. പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ ഇവിടെയെല്ലാം നമ്മുടെ യൂത്തിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചിൽഡ്രൻസിനെ ആയിക്കോട്ടെ, അവർക്കൊരു പ്രോബ്ലത്തിൽ നിന്നും ഓവർകം ചെയ്യാനുള്ള സപ്പോർട്ടും, അവർക്ക് നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ വി ആർ ഹിയർ എന്ന് പറഞ്ഞൊരു സപ്പോർട്ട് കൊടുക്കാൻ നല്ലൊരു തലമുറ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്തം അത് സോഷ്യൽ വർക്കർ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ ആസ് എ പാരന്റ്, നാളെ നമ്മളെല്ലാവരും പാരന്റ് ആകുമായിരിക്കും. അങ്ങനെ പാരന്റ് ആകുമ്പോഴും അതും നമ്മൾ മുൻനിർത്തി നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സോ സോഷ്യൽ വർക്കർ എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ പ്രൊഫഷനെ മുൻനിർത്തി മുൻപോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. അപ്പം ഇപ്പൊ ഫസീല മാമും സാറും കൂടി പറഞ്ഞതാണ് ഞാനിപ്പോ കോർഡിനേറ്റ് ചെയ്ത് ചുരുക്കി പറയുന്നത്. ഫസീല മാം പറഞ്ഞത് 1989 ട്രീറ്റിനെ കുറിച്ച്, അത് ആദ്യം സൈൻ ചെയ്തത് നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. പിന്നെ ഫസീല മാം പറഞ്ഞത് 2000 ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ കുറിച്ച്, അത് പുതുക്കിയത് 2015 ബിലോ 18 ഉള്ള എല്ലാ കുട്ടികളെയും കുട്ടിയായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. പിന്നെ 54 റൈറ്റ്സ് ഓഫ് ചിൽഡ്രന് 54 റൈറ്റ്സ് ഉണ്ട്. അതിൽ പിന്നെ ജുവനൈൽ ആക്ടിൽ വന്ന 16 പ്രിൻസിപ്പിൾസ്, പിന്നെ കുട്ടികൾക്ക് പ്രൈവസി കോൺഫിഡൻഷ്യാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി റെസ്പോൺസ്, കുട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും പ്രൈമറി റെസ്പോൺസിബിലിറ്റി വരുന്നത് പാരൻസിനാണ്. പിന്നെ മാം പറഞ്ഞത് പോസ്കോ ആക്ടിനെയും ചൈൽഡ് മാരേജ് ആക്ടിനെയും കാവൽ പദ്ധതിയെയും കുറിച്ചാണ്. സാറ് പറഞ്ഞത് സോഷ്യൽ മീഡിയ, പിന്നെ പാരന്റിങ്ങിന്റെ 4 കാറ്റഗറി, ജനറേഷൻ ഗ്യാപ്പ്, പിന്നെ റോൾ ഓഫ് സോഷ്യൽ വർക്കർ, പിന്നെ നെടുമങ്ങാട് ചൈൽഡ് ഫ്രണ്ട്ലി ആയ ഒരു പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുത്തത് എങ്ങനെ, ഇത്രയും കാര്യങ്ങളാണ് സാറും മാമും പറഞ്ഞത്. അപ്പോൾ താങ്ക് യു സർ ആൻഡ് താങ്ക് യു മാം. അടുത്തതായിട്ട് നിങ്ങൾ പ്രേക്ഷകർക്ക് സാറിനോടോ മാമിനോടോ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. ഒരു ചർച്ച നമ്മൾ മൂന്നാമത്തെ ദിവസം നമ്മുടെ സാർ നമുക്ക് സമയം കുറവാണ്, അപ്പൊ പെട്ടെന്ന് ഇതാക്കണേ ചർച്ച. അപ്പോൾ വളരെ നന്നായി വിഷയം അവതരിപ്പിച്ചു ഫസീല മാഡം, നന്നായിട്ട് വിഷയം അവതരിപ്പിച്ചു. അതിനകത്ത് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞ് അത് കുറേ റൂൾസും റെഗുലേഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ശരി, അത് എനിക്ക് തോന്നുന്നു അതെ, ഈ താഴേക്കിടയിലേക്ക് ഇത്തരം കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരം ഇൻഫർമേഷൻ ലഭിക്കുന്ന രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനം സജ്ജീകരിക്കണമെന്നുള്ള ഉദ്ദേശമുണ്ട്. പിന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു സുസ്ഥിര വികസനത്തിൻ്റെ 17 ഗോൾസ് പറയുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ഈ ചൈൽഡ് ആക്ട് വരുന്നുണ്ടെങ്കിൽ കുറെ കൂടി താഴേക്കിടയിലേക്ക്, എനിക്കറിയില്ല എത്ര 17 കാര്യങ്ങളാണ് പറയുന്നത്, അതിൻ്റെ അകത്ത് നമ്മളുടെ കുട്ടികളുടെ വരവൊന്നും എനിക്കറിയില്ല. അങ്ങനെ ആണെങ്കിൽ അതൊന്ന് വിശദീകരിക്കണം. ഈ പറഞ്ഞ സുസ്ഥിര വികസന പരിപാടികൾ വരുന്നുണ്ടെങ്കിൽ അത് കുറെ കൂടി താഴേക്കിടയിലേക്ക് നമ്മുടെ ഗ്രാമങ്ങളിലും പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലൊക്കെ വിപുലീകരിക്കാൻ സഹായകരമാകും. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. പിന്നെ മറ്റ് സാറ് പറഞ്ഞ വിഷയങ്ങളൊക്കെ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് ഉപകാരപ്രദമാകുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും നല്ല പരിപാടിയാണ്. ചുരുക്കുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഹലോ പറഞ്ഞോളൂ മാം.
നമുക്ക് ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ കീഴില് എല്ലാ ഈ CPC നടത്താറുണ്ട്. അതിനെപ്പറ്റി അറിയുമോ? അത് താഴെക്കിടയിലേക്ക്, അതായത് നമ്മുടെ പഞ്ചായത്ത് ലെവലില് ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയാണത്. അത് നടത്തുന്നതിനെ കുറിച്ച് അറിയാമോ? ഇല്ല മാം. അറിയില്ല അല്ലേ? അതായത് നമ്മുടെ നിങ്ങൾ സോഷ്യൽ വർക്കിലേക്ക് തിരിയുന്ന കുട്ടികളാണ്. അപ്പോൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ നമുക്ക് സോഷ്യൽ വർക്കേഴ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു ഉത്തരവാദിത്തമാണ് ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി എല്ലാ പഞ്ചായത്തുകളിലും കൂടുക എന്നുള്ളത്. ആ ഒരു കമ്മിറ്റിയിൽ നമ്മുടെ താഴെക്കടലിലെ, അതായത് ഈ ഒരു സിസ്റ്റത്തിന്റെ, നമ്മുടെ ഈ പറയപ്പെട്ട ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ഏറ്റവും താഴെക്കിടയിലുള്ള ഒരു ഇതാണ് പഞ്ചായത്ത് എന്നുള്ള കാര്യം അറിയാലോ. അപ്പോൾ ഈ പഞ്ചായത്ത് ലെവലില് CPC എല്ലാ മാസവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് 3 മാസത്തിലൊരിക്കൽ കൂടാറുണ്ട്. അവിടെ വൾണറബിൾ ആയിട്ടുള്ള ഏത് കുട്ടിയുണ്ടെങ്കിലും ആ കുട്ടിയുടെ വിഷയം അവിടെ സംസാരിക്കുകയും, അതുപോലെ തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ എന്തെല്ലാം സർവീസസ് ആണ് കൊടുക്കുന്നത് എന്നും നമ്മൾ അവിടെ ക്ലാസ് എടുക്കാറുണ്ട്. ആ കുട്ടിയുടെ വിഷയം ചർച്ച ചെയ്യാറുണ്ട്. അത് പഞ്ചായത്ത് ലെവലിൽ പരിഹരിക്കാൻ ആകുന്നത് ശ്രമിക്കാറുണ്ട്. അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് കമ്മിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ 3 മാസത്തിലൊരിക്കൽ നമ്മുടെ ഡിസ്ട്രിക്ട് ജഡ്ജ് അധ്യക്ഷനായിട്ട് ആ മീറ്റിംഗിൽ അതിൽ മജിസ്ട്രേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ പോക്സോ ജഡ്ജ് ഉണ്ടാവും, ഡിസ്ട്രിക്ട് ജഡ്ജ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്, എക്സൈസ്, പോലീസ്, അതുപോലെ പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതുപോലെ എല്ലാം, പിന്നെ മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും എല്ലാ DMO, സൂപ്രണ്ട്, ഇതുപോലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ വന്ന് പങ്കെടുത്തുകൊണ്ട് ഈ പറയപ്പെട്ട കുട്ടികളുടെ വിഷയം അത് ഒരു രൂക്ഷമായ രീതിയിലുള്ളതാണെങ്കിൽ ആ കമ്മിറ്റിയിലേക്ക് സമർപ്പിക്കുകയും ആ കമ്മിറ്റി അതിലൊരു തീരുമാനം എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം കൂടെ നമ്മുടെ ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുമായി ബന്ധപ്പെട്ട് നടത്താറുണ്ട്. അപ്പോൾ ഈ CPC കൂടുമ്പോൾ ഈ വിധത്തിലുള്ള കാര്യങ്ങൾ ആ പഞ്ചായത്തിലുള്ള ഏത് കുട്ടികളാണോ ഒരു വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ജീവിക്കുന്നത്, ആ കുട്ടിയുടെ കാര്യങ്ങളും അവിടെ ഒരു CPCയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള എല്ലാ സേവനങ്ങളും സംവിധാനങ്ങളും അവിടെ അവയർനെസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഇപ്പൊ ഈ നിയമപരമായിട്ടുള്ള ക്ലാസ്സുകളാണെങ്കിലും ശരി, പറയപ്പെട്ട ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ശരി, ആ ഒരു CPCയിൽ നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് കുറെ അധികം പഞ്ചായത്തുകളിൽ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. കുട്ടികൾ നമ്മുടെ നാളെയാണ്. അവരുടെ ശബ്ദം കേൾക്കുക, അവരെ സംരക്ഷിക്കുക, അവരെ സമഗ്രമായി വളർത്തി നിയമപരമായി ശക്തമായ വളർത്തുക, ഇവ ഏവർക്കുമുള്ള ബാധ്യതയാണ്. നിയമപരമായി ശക്തമായ സംരക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതിനൊപ്പം നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളും നിർണായകമാണ്. നമുക്ക് എല്ലാവർക്കും കൂടി കുട്ടികളുടെ ശബ്ദങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു സുരക്ഷിതത്വവും ഉജ്ജ്വലവുമായ ഭാവി പടുത്തുയർത്താം. നമ്മൾ ഈ പാനൽ ചർച്ച നടത്തിയത് വേൾഡ് സോഷ്യൽ ജസ്റ്റിസ് ഡേയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് കുറച്ച് വാക്കുകൾ ഞാനിവിടെ പറയുകയാണ്. സമൂഹത്തിന്റെ എല്ലാവർക്കും തുല്യാവകാശം, മാനവികത, സമത്വം, മാന്യ ജീവിതം എന്നിവ ഉറപ്പാക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭ 2007 ഈ ദിനം ആചരിക്കാൻ തീരുമാനിച്ചു. ലോകമെമ്പാടുമുള്ള ദാരിദ്ര്യവും വർഗീയ വിവേചനവും ലിംഗസമത്വക്കുറവും തൊഴിൽ അസമത്വവും തുടങ്ങിയ പ്രശ്നങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് എടുക്കാൻ ഈ ദിനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. ലോക സാമൂഹ്യ നീതി ദിനം ഒറ്റ ദിവസം ആചരിക്കേണ്ട ഒന്നല്ല. ഇത് ഓരോ ദിവസവും നമുക്ക് പാലിക്കേണ്ട ഒരു ചിന്താഗതിയാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരേ അവകാശമുള്ള, ഒരേ മാന്യതയുള്ള, ഒരേ നീതിയുള്ള, വിവേചനമില്ലാത്ത ഒരു സമൂഹം രൂപപ്പെടുത്താൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതോടൊപ്പം അമലിനെ നന്ദി സൂചിപ്പിക്കാനായി ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാവോ? കേൾക്കാം. ഗുഡ് ഈവനിങ് ആൾ. 3 ദിവസങ്ങളായി നമ്മുടെ പാനൽ ചർച്ച നല്ല രീതിയിൽ തുടരുന്നു. ഇന്നത് അവസാനിക്കുകയാണ്. ആർ വി ലിസണിങ് ടു ചിൽഡ്രൻ എനഫ് എന്ന വിഷയത്തെക്കുറിച്ച് പാനലിസ്റ്റുകൾ കുറെ അറിവുകൾ നമുക്ക് തന്നു. നമ്മുടെ സംശയങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ അവർ നൽകി. ഈ പാനൽ ചർച്ചയിൽ ഈ 3 ദിവസങ്ങളായി പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും ഞാൻ ആദ്യം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പാനൽ ചർച്ച സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും, നമുക്ക് സപ്പോർട്ട് തന്ന അധ്യാപകരായ സെമിച്ചൻ സാറിനും, വിനയ് സാറിനും, ഡാരിൻ സാറിനും,
കോർഡിനേറ്ററായ കാതറിൻ മാമിനും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.